ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാട്ടാ. അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ച് ഈ തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാനേ എങ്ങനെയാണ് ബിരിയാണി തട്ടിക്കൂട്ടിയതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. വരൂ. അപ്പോഴേ നമ്മൾ ചിക്കൻ തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് 1 കിലോണ് ഉള്ളത്. അത് നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്പി കൂട്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഞാനേ തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറഞ്ഞതേ അധികം ഫാഷൻ ഇല്ലാതെ അധികം സാധനങ്ങൾ ഉപയോഗിക്കാതെ ചെയ്ത ഒരു ബിരിയാണി ആയതുകൊണ്ടാട്ടാ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേ ബിരിയാണി ചോറുണ്ടാക്കാനായിട്ട് നമുക്ക് റൈസ് എടുക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ് കൊണ്ട് നീളൻ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോഴേ സ്റ്റൗവിൽ ഒരു അടുപ്പിൽ ഞാൻ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇതിൽ ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മളതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരത്തെ അത്രയും വേവ് മതി കേട്ടോ. അത് 2 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ബിരിയാണി റൈസ് ഇവിടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അതായത് നല്ല ഒരു പക്ക ബിരിയാണി ഉണ്ടാക്കാനുള്ള അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോഴേ ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം പൊടിക്കാത്ത ഗരം മസാലയിൽ ഉണ്ടെങ്കിൽ അല്പം അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പാത്രം മൂടിയിട്ട് കൊടുക്കുക. ഈ സമയമായപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാതും വറുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേ ചിക്കൻ എല്ലാതും വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചോറിൽ ചേർക്കാനുള്ള സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മുഴുവനും വെളിച്ചെണ്ണയല്ല കേട്ടോ, അല്പം ചിക്കൻ്റെ വെള്ളം കൂടിയുണ്ട്. കാരണം അത്ര നന്നായിട്ട് വറുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് സവാള വറുക്കുന്നത് എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് വറുത്തെടുക്കാം. ഈ നേരമായപ്പോഴേക്കും നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഇടുന്നത് കൊണ്ട് അല്പം നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പരുവാണ്. നമുക്കിനിത് പുറത്തേക്ക് വെച്ചിട്ട് അല്പം പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് വാർത്തെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ സവാള ഈ പരിവായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുഴഞ്ഞിരിക്കണ പോലെയാണ്. അതെനിക്ക് തോന്നുന്നത് ചിക്കൻ്റെ വെള്ളയിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കുന്നത്. പിന്നെ സാരില്ല, നമുക്കല്ലേ അല്ലേ. അപ്പോൾ അത് അല്പം പെർഫെക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ വാങ്ങിയെടുത്തിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ചോറ് എന്തായി നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് സൂപ്പറായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പേസ്റ്റും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 8ഓളം ചെറിയ ഉള്ളിയും ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലിരിക്കുന്ന പിങ്ക് കളർ കേട്ടോ. അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് പോകണ വരെ നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡിമെയ്ഡ് ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കണേ. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ചെറിയൊരു സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് വീണ്ടും അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാല ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാലേ അതിലേക്ക് ഒരു അരപ്പിടുത്തം വീതം മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ 1.5 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് വീണ്ടും വഴറ്റി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴണ്ടി വരട്ടെ, തക്കാളിക്ക് നന്നായിട്ട് ഉടയട്ടെ. അപ്പോഴേക്കും നമുക്ക് വാർത്ത് വെച്ചുള്ള ചോറിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അല്പം പുതിനയില, മല്ലിയില അതൊക്കെ നരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി നുറുക്കിയതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റൈസ് നന്നായിട്ട് പിടിച്ചൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. വട്ടക പിടിച്ചിട്ട് അതായത് ഈ പാത്രം പിടിച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അല്പം തൈര് ചേർക്കേണ്ടതുണ്ടായിരുന്നു, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അതിനാവശ്യമായിട്ടുള്ള സാലഡ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ സാലഡിൽ നിന്ന് തന്നെ ഒരു തവിയോളം തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാല തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. ഈ സമയം കൊണ്ടേ നമ്മുടെ ചോറിലേക്ക് സവാള വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അത് കാരണം സവാള വറുത്തത് ശരിയായിട്ടില്ല. എന്നാലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് ചിക്കൻ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും പാത്രം മൂടിയിട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അല്പം ഉണക്കമുന്തിരി ഉണ്ട് ഇവിടെ കേട്ടോ എൻ്റെ കയ്യിൽ, അണ്ടിപ്പരിപ്പൊന്നുമില്ല. അപ്പോൾ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് ആ ഉള്ള മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ചോറിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമുക്കിനി ചിക്കൻ എന്തായി നോക്കാം കേട്ടോ. മൂടി തുറന്നിട്ട് നോക്കാം. അതാ നല്ല സൂപ്പർ മണമാണ് കേട്ടോ. നമ്മൾ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധനങ്ങൾ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇന്നാണ് എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ മണം കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അത് ഇളക്കി മറിച്ചതിന് ശേഷം അല്പം നെയ്യ് കൂടുതലാട്ടോ. അത് ഞാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണേരെ നെയ്യിൻ്റെ അല്ല, ഇന്നത്തെ ചിക്കൻ അല്പം നെയ്യിൻ്റെ അംശം കൂടുതലുള്ള ചിക്കനായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കണത് ഈ കൂടുതലായിട്ട് തെളിഞ്ഞു വന്നിട്ടുള്ള നെയ്യുണ്ടല്ലോ, ഞാൻ റൈസിൽ അധികം നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് പതുക്കെ എടുത്തിട്ട് റൈസിലേക്ക് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കണേ കേട്ടോ. അപ്പോഴേ കൂടുതലുള്ള നെയ്യ് നമ്മൾ റൈസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ റൈസ് നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ ഇന്ന് വെച്ചത്. അപ്പോൾ തട്ടിക്കൂട്ട് ചിക്കൻ കറിയും റൈസും തയ്യാറായി കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നന്നാക്കി വെക്കണം, അല്ലെങ്കിൽ വളരെ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടൊക്കെ ചെയ്യണ കാര്യങ്ങളെക്കാളും ഏറ്റവും നന്നായിട്ട് സംഭവിക്കുക ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസം വെക്കണതോ അല്ലെങ്കിൽ ഇതുപോലെ തട്ടിക്കൂട്ടായിട്ട് വെക്കണതോ അന്നായിരിക്കും നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യുക, അന്നായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ടും തോന്നുക കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി എനിക്കിഷ്ടമായിട്ടാ. എനിക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കും ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അതൊരു സാലഡും അച്ചാറും പപ്പടവും, അതുപോലെ അറിയാലോ അമ്മ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മ നല്ല നാടൻ ചീര, അമ്മ ഉണ്ടാക്കിയ ചീര തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്തായാലും ഒരു സൈഡിൽ വെക്കാൻ മറന്നില്ല. എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല സുഭിക്ഷമായ ഒരു ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ഇനിയും വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറന്നു പോകരുത്. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.